ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പയറും മത്തങ്ങയും ചേനയും കായയെല്ലാം വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ കുക്കറിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സദ്യ സ്പെഷ്യൽ കൂട്ടെരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വൻപയർ കുതിർത്ത് വെച്ചതാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. പയർ ഞാനിപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചേന സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച 1 കപ്പ് മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം സ്ക്വയേഴ്സായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് നേന്ത്രക്കായ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നേന്ത്രക്കായ എപ്പോഴും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കറയുണ്ടായിരിക്കും. ഇനി ഇതിലേക്കുള്ള പൊടികളും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തന്നെ ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. കഷ്ണങ്ങൾ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വേവിച്ചെടുക്കാം, പക്ഷേ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയായി കിട്ടും. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയാണ് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. നമുക്കിതിലല്പം വെള്ളം ചേർത്തിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കണം. നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല. കഷ്ണങ്ങളും പയറും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗം നമുക്ക് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം, ഫുള്ളായി ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരണം. ഈ സമയം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് വേപ്പിലയും ഒരു 4 ഉണക്കമുളകും വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം തേങ്ങ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിന് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി വറുത്തെടുത്താൽ മതിയാവും. കരിഞ്ഞു പോകാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയുടെ കളറെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കളറ് മാറി വരാനുണ്ട്. ആ സമയം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് കറിയുടെ മാറിപ്പോകും. അപ്പോൾ തേങ്ങയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് ഇതിലോട്ട് കറി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതവിടെ എരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ എരിശ്ശേരി റെഡിയായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന എരിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്